ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് സിതാരയുടെ മുന്നിലേക്ക് എത്തിയ ഗാഥ ആകെ നിരാശയോടെ സംസാരിക്കുന്നത് കേട്ട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. കൃഷ്ണ കൃത്യസമയത്ത് അവിടെ എത്തി ഗാഥയുടെ സ്ഥാനത്ത് നിന്ന് ആ ഡിസൈൻസ് എല്ലാം നവീന് വരച്ചു കൊടുത്തത് കേട്ട് സിനി പറഞ്ഞു, എന്തായാലും കൃഷ്ണ എത്തിയത് നന്നായല്ലോ. കൃത്യസമയത്ത് ഗാഥ മേഡത്തിന്റെ ആ ഒരു നവീനിലുണ്ടായിരുന്ന പ്രതീക്ഷ അതുപോലെ തന്നെ നിലനിർത്തിയില്ലേ. മാത്രമല്ല ഗാഥ മേഡത്തെ കുറിച്ച് വല്ലാത്ത മതിപ്പായിട്ടുണ്ടല്ലോ ഇപ്പൊ നവീന് എന്ന് ചോദിച്ചപ്പോ ഗാഥ പറഞ്ഞു, തിരിച്ചു പോരുമ്പോ എന്നെ നവീൻ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നറിയിച്ചു. അതെന്താ മോൾ അങ്ങനെ ചെയ്തെന്ന് സിത്താര ചോദിച്ചപ്പം കാരണം എന്താണെന്നോ, ഇന്ന് ഞാൻ അവിടെ വെച്ച് അതിലും നല്ലൊരു കാഴ്ച കാണാനിടയായി. വേറൊന്നുമല്ല, എന്റെ മുന്നിൽ വെച്ച് കൃഷ്ണയ്ക്ക് നവീൻ ചുംബിക്കുന്ന കാഴ്ച, കൃഷ്ണയെ നവീൻ ചുംബിക്കുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടു. ഇത് ആദ്യമായിട്ടൊന്നും അല്ല, എത്ര തവണയായി എന്ന് ചോദിച്ചപ്പോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ സിത്താര പറഞ്ഞു, മോളെ അത് നവീന്റെ മുന്നിൽ മോളായിട്ടല്ലേ കൃഷ്ണ നിന്നിരുന്നത്. അപ്പോൾ പിന്നെ അതിനെ എതിർക്കാനോ അതിനെ പറയാനോ ഒന്നും കൃഷ്ണയ്ക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതോടെ സിതാരയോട് ഗാഥ കയർത്തു. എനിക്കറിയാം, അല്ലെങ്കിലും മമ്മി അവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കാറുള്ളൂ, അവൾക്ക് അനുകൂലമായിട്ടല്ലേ മമ്മി എപ്പോഴും പറയാറുള്ളൂ. ആരും എനിക്ക് വേണ്ട, എല്ലാവരും അവളുടെ പക്ഷത്ത് നിന്നാ മതിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഗാഥ പോകുമ്പോഴേക്കും സിനിയോട് സിത്താര ആകെ ടെൻഷനോടെ നിൽക്കുന്ന സിത്താരയെ കണ്ട് സിനി പറഞ്ഞു, മേഡം എത്രത്തോളം ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ ഇവിടെ കൃഷ്ണ ചെയ്തത് നല്ല കാര്യം തന്നെയല്ലേ. എനിക്ക് തോന്നുന്നത് ഇതിപ്പോ പലപ്പോഴായിട്ട് ഇങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതും നവീനും കൃഷ്ണയും തമ്മിൽ. മേഡം ഇതിൽ നിന്നൊക്കെ ദൈവം നിശ്ചയിക്കുന്നത് എന്തെന്ന് വെച്ചാൽ എന്ന് ചോദിച്ചതും സിനി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോ ആരെ ഞാൻ കുറ്റപ്പെടുത്തണമെന്നോ ആരുടെ ഒപ്പം നിൽക്കണമെന്നോ എനിക്കറിയില്ല. എന്തായാലും ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്, ഇതിനൊരു പരിഹാരം കണ്ടെത്താനും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സിതാര ആകെ ടെൻഷനാകുമ്പോൾ കളരിക്കലേക്ക് മാണിക്കുഞ്ഞും നവീനും മടങ്ങിയെത്തി. രണ്ടുപേരും വരുന്നത് കാത്തുനിന്ന സരസ്വതിയമ്മ വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളോടൊപ്പം ഒരാൾ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. സത്യത്തിൽ അത് കേട്ടപ്പോ എനിക്ക് വലിയ അതിശയവും സന്തോഷവും തോന്നി. കാരണം ഒരു ജോലിയും കൂലിയില്ലാതെ വെറുതെ ഇവിടെ ഇരിക്കുന്ന ഉദയന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് തന്നെ വലിയ കാര്യമാണ്. എന്നിട്ട് എവിടെ ആളെവിടെ കൂടെ വന്ന എല്ലാ കാര്യങ്ങളും പഠിക്കാനും എല്ലാത്തിനും കൂടെ നിൽക്കാനും ഒക്കെ ആഗ്രഹം പ്രകടിച്ചിട്ട് വന്ന ആളെവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചതും നവീനും മാണിക്കുഞ്ഞും പരസ്പരം നോക്കി. കൂടെ വന്ന് നല്ല ടീം തന്നെയാ, വലിയ ആഗ്രഹങ്ങളും വലിയ ചിന്തകളും ഒക്കെ പ്രകടിപ്പിച്ച് തന്നെ എത്തിയത്. പക്ഷേ ആളുടെ സ്വഭാവം അതുപോലെ തന്നെ നിലനിർത്തി, അത് വേണം അമ്മ മുത്തശ്ശി പറയാൻ എന്ന് പറഞ്ഞപ്പോ മാണിക്കുഞ്ഞിനോട് മുത്തശ്ശി ചോദിച്ചു, എന്താ മാണിക്കുഞ്ഞെ? അപ്പോഴേക്കും ഉദയൻ മുന്നിലേക്ക് എത്തി. മുഖത്തെല്ലാം ചെറിയ ബാൻഡേജ് എല്ലാം ഒട്ടിച്ചുകൊണ്ട് വരുന്ന ഉദയനെ കണ്ടതും ഉടനെ മുത്തശ്ശി ചോദിച്ചു, അല്ല ഉദയ, ഇതെന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചതും അത് പിന്നെ അമ്മേ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഉദയ മുന്നിലേക്ക് വന്നതും മാണിക്കുഞ്ഞ് പറഞ്ഞു, മുത്തശ്ശി ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം. ഞങ്ങൾ പോയത് ഒരു സേവാശ്രമത്തിലേക്കാണ്. അവിടുത്തെ അമ്മമാര് വളരെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിച്ചത്. അതിൽ ഒരമ്മയെ കണ്ടപ്പോ ഈ അമ്മാവനുണ്ടല്ലോ എന്തൊക്കെയാ ചോദിച്ചതെന്നറിയാവോ? വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോയെന്നും സുന്ദരിയാണല്ലോ എന്നൊക്കെ രീതിയിൽ മോശമായിട്ടുള്ള പെരുമാറ്റ രീതിയായിരുന്നു അവിടെ അമ്മാവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒടുവിൽ അമ്മാവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവിടെയുള്ളവരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് സമ്മാനവും വാങ്ങിച്ചു കൂട്ടി. അതാണ് ഈ മുഖത്തും ദേഹത്തും എല്ലാം കാണുന്നതെന്ന് പറഞ്ഞപ്പോ ഉദയം പറഞ്ഞു, എന്റെ അമ്മ അതൊന്നും അല്ല സംഭവിച്ചത്. ഇവര് പറയുന്നതല്ല സത്യം. അവിടെ കൃഷ്ണയും ഗാഥയും അവിടെ 2 ഗാഥമാരുണ്ടായിരുന്നു അമ്മേ, അതാ സംഭവിച്ചത്. അവിടെ 2 പേരെ ഞാൻ കണ്ടതാ. അവരെ കൈയോടെ നവീന്റെ മുന്നിൽ പിടിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അതിനിടയിൽ ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോ നവീൻ പറഞ്ഞു, അതെ അങ്ങനെയാ, കൃത്യസമയത്ത് ഗാഥ എത്തിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതും ഉടനെ മുത്തശ്ശിയാകെ അതിശയത്തോടെ നോക്കി, അല്ല ഗാഥ വന്നെന്നോ, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴേക്കും മാണിക്കുഞ്ഞ് പറഞ്ഞു, അതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച്, നമ്മുടെ പ്ലാനിനെ കുറിച്ച് വല്ലാത്ത ടെൻഷൻ ഉണ്ടായി. വല്ലാത്ത ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഗാഥമേട അവിടേക്ക് എത്തിയത്. ഗാഥമേട അവിടേക്ക് എത്തിയത് മാത്രമല്ല, സാറിന്റെ നമ്മുടെ ഈ കമ്പനിയുടെ തന്നെ ആ പ്രതിസന്ധി മാറ്റിയെടുക്കാൻ ഗാഥമേടത്തിന്റെ വരവാണ് ഉപകരിച്ചത്. അത് മാത്രമല്ല മുത്തശ്ശി, അവിടെ വന്നത് ഗാഥമേടം നമ്മുടെ ഇവിടെ പൂജാമുറിയിൽ പൂജയ്ക്കായിട്ട് വന്നിരുന്ന രീതിയില്ലേ, അന്ന് ഗാഥമേടം എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെയായിരുന്നു. അങ്ങനെ വന്നിട്ടാണ് ഗാഥമേടം ഇന്ന് നവീൻ സാറിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തതെന്ന് അറിയിച്ചു. അത് കേട്ടതോടെ മുത്തശ്ശിക്ക് വലിയ സന്തോഷമായി. വന്നത് കൃഷ്ണ തന്നെയായിരുന്നു എന്നും ഉദയം പറഞ്ഞത് സത്യമാണെന്ന് അറിയാവുന്ന മുത്തശ്ശി ഒരു കള്ളച്ചിരിയോടെ നോക്കി. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, എന്താ മുത്തശ്ശി, മുത്തശ്ശി എന്താ ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നവീനോട് മുത്തശ്ശി പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ ഓരോ ലീലാവിലാസങ്ങൾ, അല്ലാതെന്താ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോന്നു. ഉദയൻ അപ്പോഴേക്കും ആകെ ടെൻഷനോടെ ആലോചിച്ചു, എന്റെ ദൈവമേ, ഇനി ഞാൻ നിർമ്മലയോട് എന്ത് പറയും എന്ന് ആശങ്കപ്പെട്ട് വേഗം തന്നെ അകത്തേക്ക് ഓടിപ്പോയി. ഈ സമയത്ത് നവീനും മാണിക്കുഞ്ഞും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാണിക്കുഞ്ഞിനോട് നവീൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ഇന്ന് പോയ ആ പ്ലാനെ കുറിച്ച് വേഗം തന്നെ
വേണ്ട തീരുമാനത്തിലെത്തണം. ഉടനെ തന്നെ ആ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരി സാർ, അങ്ങനെ തന്നെ ചെയ്യാം എന്ന് സമ്മതിച്ചു. അങ്ങനെ തല കുലുക്കൊണ്ട് മാണിക്കുഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗാഥ മുറിയിലെത്തിയാകെ വിഷമിച്ചിരിക്കുമ്പോൾ ഗാഥയുടെ മുന്നിലേക്ക് ഗാഥയുടെ പപ്പ എന്ന് പറയുന്ന ആൾ എത്തുകയാണ്. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാ, എന്തിനാ എന്റെ മുന്നിൽ വന്നത് എന്ന് ചോദിച്ച് ഗാഥ ബഹളം വെച്ചു. ഞാൻ നിന്റെ പപ്പയാണ് മോളെ എന്ന് പറഞ്ഞതും ഇങ്ങനെ ഒരു പപ്പ എനിക്കില്ല, നിങ്ങളെ എനിക്ക് കാണണ്ട, എന്റെ മമ്മിയെ വഞ്ചിച്ചിട്ട് പോയതല്ലേ നിങ്ങളൊരു കാര്യം ഇനി പറയണ്ട, മര്യാദയ്ക്ക് പോകുന്നുണ്ടോ, ഇവിടുന്ന് പോകാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഗാഥ ബഹളം വെക്കുന്നു. ഗാഥ കണ്ണടച്ച് ഇവിടുന്ന് പോവെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും ഡോർ തുറന്ന് ചായയുമായിട്ട് സിതാര മുറിയിലേക്ക് വന്നത്. ഗാഥ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അരികിലേക്ക് വരുന്ന സിതാരയെ കണ്ട് ഗാഥ കണ്ണു തുറന്നു നോക്കി. ചുറ്റുപാട് നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. മോൾ ആരോടെ സംസാരിച്ചെന്ന് ചോദിച്ചതും സിത്താരയോട് ഗാഥ പറഞ്ഞു, മമ്മി, ഇവിടെ വന്നിരുന്നു എന്റെ പപ്പ എന്ന് പറയുന്ന ആ മനുഷ്യൻ വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സ്വപ്നമായിരുന്നു അയാള്, സ്വപ്നത്തിലാണ് അയാൾ വന്നത്. എങ്കിലും അങ്ങനെ ഒരാൾ വരുന്നതോ എന്നോട് സംസാരിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല മമ്മി. നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു പോയ ആ മനുഷ്യനെ എനിക്ക് കാണുന്നത് തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ സിത്താര പറഞ്ഞു, മോളെ, ഇത്തരം ചിന്തകളോ ഇത്തരം സ്വപ്നങ്ങളോ ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോ സിത്താരയോട് ഗാഥ പറഞ്ഞു, മമ്മി, ഒരിക്കലും ഇനി ആ മനുഷ്യനെ എനിക്ക് കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരാൾ ഇനി അഥവാ വന്നാൽ പോലും ഞാൻ ഒരിക്കലും എന്റെ മമ്മിയെ വിട്ടു പോവില്ല. എന്റെ മമ്മിയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞപ്പോ സിതാര, എന്റെ പൊന്നുമോളെ, ഇത് മാത്രം മതി മമ്മിക്ക് എന്ന് പറഞ്ഞ് ഗാഥയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും ഗാഥ പറഞ്ഞു, മമ്മി, ഒരു ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ത്യജിച്ചതാണ് എൻ്റെ മമ്മി. ഇത്രയും നാൾ എനിക്ക് വേണ്ടി ജീവിച്ച എൻ്റെ മമ്മിയെ ഉപേക്ഷിച്ച് ഞാൻ ആരുടെയും പിന്നാലെ പോവില്ല എന്ന് പറയുമ്പോൾ സിതാര പറഞ്ഞു, മോളെ, ഇനി ഇത്തരം കാഴ്ചകളും സ്വപ്നങ്ങളും ഒന്നും ഇനി വേണ്ട കേട്ടോ. അയാൾ ചെയ്ത ദ്രോഹങ്ങൾക്കൊന്നും ഒരിക്കലും എനിക്ക് അയാളോട് ക്ഷമിക്കാനും ആവില്ല. എല്ലാം മറന്നു കളഞ്ഞേക്ക്, നമ്മൾ മാത്രം മതിയെന്ന് പറഞ്ഞ് ഗാഥയെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് പുഴയോരം വീട്ടിലെ സിറ്റൗട്ടിൽ വന്ന് നിൽക്കുന്ന ശ്രീനിവാസന്റെ അരികിലേക്ക് തങ്കം എത്തിയത്. ശ്രീനിവാസനെ വിളിച്ചതും സാർ എന്ന് വിളിച്ചപ്പോഴേക്കും ശ്രീനിവാസ് തങ്കത്തോട് ചോദിച്ചു, എന്താ തങ്കം? അപ്പോഴേക്കും തങ്കം പറഞ്ഞു, സാറേ, കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെയാണ് സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങിയത്. എന്റെ മേൽ നൽകിയിരുന്ന അല്ലെങ്കിൽ എന്നിൽ ഉണ്ടായിരുന്ന ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയതിന്റെ സമാധാനത്തിലും സന്തോഷത്തിലും. അത് കേട്ടതും ശ്രീനിവാസ പറഞ്ഞു, എന്താ ശാന്തി, ഇനി അങ്ങോട്ട് നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാവല്ലോ, ഇനി എന്താ വേറെ എന്തെങ്കിലും സമാധാനക്കേട് നിനക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശാന്തി പറഞ്ഞു, സാർ, ഇനി ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്തം കൂടി എന്നിലുണ്ട്, അതുകൂടി എനിക്ക് പൂർത്തിയാക്കണം. ഉടനെ ശ്രീനിവാസ് ചോദിച്ചു, എന്താ ശാന്തി, എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോ ശ്രീനിവാസനോട് ശാന്തി പറഞ്ഞു, സാർ, ഞാൻ ഇക്കാര്യം പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയോ എന്നെ വഴക്ക് പറയുകയോ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം നീ കാര്യം പറ, അതിനുശേഷമല്ലേ എന്ത് ചെയ്യണം എന്നുള്ളതെന്ന് പറഞ്ഞതും ഉടനെ ശാന്തി പറഞ്ഞു, സാറേ, എനിക്ക് ഇനി കൃഷ്ണമോളെയും കൂട്ടി സിത്താര മേഡത്തിന് അടുത്ത് പോകണം. അത് കേട്ടതും ശ്രീനിവാസ് പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു കാര്യം എന്തായാലും നടപ്പിലാകാൻ പോകുന്നില്ല. എന്റെ മോള് ഒരു കാരണവശാലും അവളുടെ മുന്നിലേക്ക് പോവുകയേ വേണ്ട. അങ്ങനെ ഒരു അമ്മ എന്റെ മോൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ശാന്തി പറഞ്ഞു, സാറേ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മോളുടെ മനസ്സിൽ കാണില്ലേ, മോൾക്ക് തന്റെ പെറ്റമ്മയെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം. ആ പെറ്റമ്മയോട് സംസാരിക്കണമെന്ന് സ്വന്തം അമ്മ സിത്താര മേഡമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ലേ? അത് കേട്ടതോടെ ശ്രീനിവാസ് പറഞ്ഞു, ഒരിക്കലുമില്ല. എന്റെ മോളെ എന്നെ വേണ്ടെന്ന് വെച്ച അവൾക്ക് ഇപ്പോൾ പുതിയൊരു ജീവിതമുണ്ട്. അവളെല്ലാം നഷ്ടപ്പെടുത്തി ശ്രീനിവാസ് എന്നുള്ള പേര് അവളുടെ പേരിന്റെ ഒപ്പം ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ പോലും അവളുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷനുണ്ട്, അവൾക്ക് വേറെ കുടുംബമുണ്ട്. ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശ്രീനിവാസ് നിൽക്കുമ്പോഴേക്കും ശാന്തി പറഞ്ഞു, സാറേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന കുറ്റബോധവും ഞാൻ അനുഭവിക്കുന്ന വേദനയും എന്ന് പറയുന്നത് ഞാൻ മേഡത്തെ ചതിച്ചു എന്നുള്ളതാണ്. മേഡത്തിന്റെ മുന്നിൽ ചെന്ന് കൃഷ്ണ മേഡത്തിന്റെ മകളാണെന്ന് പറയുമ്പോൾ ആ സത്യം മേഡം ഉൾക്കൊള്ളുമ്പോൾ അതോടെ എന്റെ മേലുണ്ടായിരുന്ന മേഡത്തിന്റെ തെറ്റിദ്ധാരണ മാറില്ലേ സാറേ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് സാറേ മുന്നോട്ട് ജീവിക്കുക? സാറ്, ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്നോടുണ്ടായിരുന്ന സിത്താര മേഡത്തിന്റെ സ്നേഹവും കരുതലും ഒക്കെയാണ്. മേഡം എത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു, ആ സ്നേഹം എനിക്ക് നഷ്ടമായത് എന്നു മുതലാണെന്ന് സാറ് മനസ്സിലാക്കിയിട്ടില്ലേ? ആ ഒരു സ്നേഹം നഷ്ടമായപ്പോൾ മുതൽ ഇപ്പോൾ മേഡത്തിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ചിന്തയും ചിത്രവും എന്താണെന്ന് എനിക്കറിയാം. അതിന്റെ സത്യാവസ്ഥ മേഡത്തെ എനിക്ക് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ആ പഴയ ശാന്തിയായി സന്തോഷത്തോടെ ജീവിക്കാൻ സാർ എന്നെ അനുവദിക്കില്ലേ? എനിക്ക് അങ്ങനെ ഒരു ജീവിതം നൽകത്തില്ലേ സാറ് എന്ന് ചോദിച്ചപ്പോ ഒടുവിൽ ശ്രീനിവാസ് അതെല്ലാം ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാമെന്ന് ശ്രീനിവാസ സമ്മതിച്ചതും സിത്താര ഉടനെ ശാന്തി പറഞ്ഞു, എന്നാ ഞാൻ ഇക്കാര്യം മോളോട് പറയട്ടെ, വേഗം മോളോട് റെഡിയാകാൻ പറയാമെന്ന് പറഞ്ഞ് തങ്കം വേഗം മുറിയിലേക്ക് ചെന്നു.
കൃഷ്ണ അവിടെ നിൽക്കുന്നത് കണ്ട് തങ്ക അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മോളെ, മോള് വേഗം റെഡി ആയിക്കേ, നല്ല സുന്ദരിയായിട്ട് റെഡി ആവണം കേട്ടോ, കണ്ട നല്ല ചന്തം തോന്നണം, നല്ല സാരി ഉടുക്കണം എന്നൊക്കെ പറഞ്ഞതും കൃഷ്ണ ചോദിച്ചു, ഒന്ന് നിന്നേ, എന്താ അമ്മേ കാര്യം, ഇത് സർപ്രൈസ് ആണോ? അമ്മ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അമ്മ നവീന്റെ അരികിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്നും അവരോടെല്ലാവരോടും പോയി കാര്യങ്ങളൊക്കെ പറയാമെന്നും, എന്താ അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാന്തി പറഞ്ഞു, തൽക്കാലം അങ്ങനെ ഒരു ദുരുദ്ദേശമൊന്നുമില്ല, മോള് വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് ശാന്തി അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും പുറത്തെത്തിയ ശാന്തിയോട് ശ്രീനിവാസ് ചോദിച്ചു, അല്ല ശാന്തി, നീ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ പോകാനായിട്ട് ഞാൻ സമ്മതം മൂളിയെന്ന് ശരി തന്നെയാ, പക്ഷെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ തീരുമാനം. അവിടെ ചെന്ന് കൃഷ്ണ തന്റെ മകളാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ സിത്താരയ്ക്കുണ്ടാകാൻ പോകുന്ന മാറ്റം, സിത്താര എന്നേക്കുമായി കൃഷ്ണയെ നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ശാന്തി, നിനക്ക് ആ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലാതാകുമോ? കൃഷ്ണമോൾ എന്നേക്കുമായി നിന്നെ മറക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശാന്തി പറഞ്ഞു, സാറേ, ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയൊന്നും എന്റെ മനസ്സിനെ അലട്ടുന്നില്ല. കാരണം എന്റെ മോൾ എന്നും എന്റെ ഒപ്പം ഉണ്ടാവും, അതെനിക്ക് തീർച്ചയാണ്. എന്റെ കൃഷ്ണമോൾക്ക് എന്നെ മറക്കാൻ കഴിയുമോ സാറേ? അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഈ ശാന്തി ഉണ്ടാവില്ല സാറേ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവം എന്നോട് ഒരിക്കലും അങ്ങനെ ഒരു ചതി പ്രവർത്തിക്കില്ല സാറേ എന്ന് ശാന്തി ശ്രീനിവാസനോട് അറിയിച്ചു. മാത്രമല്ല സാർ, ഇനിയും ഇങ്ങനെ ഒരു കുറ്റബോധം പേറി മുന്നോട്ട് നീങ്ങാൻ എനിക്കാവില്ല. മേഡത്തിന്റെ മുന്നിലുള്ള മനസ്സിലുള്ള തെറ്റിദ്ധാരണ എനിക്ക് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട ശ്രീനിവാസ പറഞ്ഞു, മനസ്സിലായി ശാന്തി, നിന്റെ മനസ്സെന്താണെന്നും നിന്റെ നന്മ എന്താണെന്നും ഞാൻ തിരിച്ചറിയുന്നു. സത്യത്തിൽ ഈശ്വരൻ നമ്മൾ മനുഷ്യരെ സൃഷ്ടിക്കുന്നു, എന്നാൽ അതിൽ ഈശ്വരൻ തൻ്റെ ഒരു അംശം കൂടി നൽകിക്കൊണ്ട് സൃഷ്ടിക്കുന്നത് അപൂർവ ചില ജന്മങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു ജന്മമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അതെവിടെയും യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഞാൻ പറയുമെന്ന് ശ്രീനിവാസ് അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ശാന്തി വേഗം കൃഷ്ണയെ കാണാനായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ കൃഷ്ണയെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് അടിമുടി നോക്കി മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കൃഷ്ണയോട് തങ്കത്തോട് കൃഷ്ണ ചോദിച്ചു, എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം, ആദ്യേട്ടനെ കാണുന്ന പോലെ എന്ന് ചോദിച്ചപ്പോഴേക്കും തങ്കം പറഞ്ഞു, മോളെ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിന്റെ പെറ്റമ്മയുടെ അടുത്തേക്കാണ്. അത് കേട്ടതും കൃഷ്ണ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എനിക്ക് എൻ്റെ ഈ അമ്മയെ മാത്രം മതി എന്ന് പറഞ്ഞു. അത് പറ്റില്ല മോളെ, എല്ലാ തെറ്റിദ്ധാരണയും മാറണം. സിതാര മേഡത്തിന്റെ ഭാഗത്തുണ്ടായ തെറ്റിദ്ധാരണ മാറുമ്പോൾ അതുപോലെ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് സാറിന്റെ ഉള്ളിലുമുള്ളത്, അതെനിക്ക് ഉറപ്പാ. രണ്ടുപേരും പരസ്പരം തെറ്റിദ്ധാരണ മൂലം പിരിഞ്ഞു പോയവരാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപ്പെട്ട ആ ജീവിതം തിരിച്ചു നേടിക്കൊടുക്കണം. നിങ്ങൾ രണ്ടുപേരും സിതാര മേഡത്തിന്റെയും ശ്രീനിവാസ് സാറിന്റെയും മക്കളാണ്, ഗാഥയും കൃഷ്ണയും. ആ സത്യം പരസ്പരം ഇരുവരും തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതെല്ലാം കേട്ടതോടെ കൃഷ്ണ ചോദിച്ചു, അല്ല, ഞങ്ങളെ എല്ലാവരെയും ഒന്നിപ്പിച്ചിട്ട് പിന്നെ അമ്മ എന്ത് ചെയ്യാനാണ്? അമ്മയില്ലാതെ കൃഷ്ണയ്ക്ക് ജീവിക്കാനാവുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും തങ്കം പറഞ്ഞു, അതിന് ഞാനെവിടെ പോകാനാണ് മോളെ? എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, എല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ച്, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയല്ലോ ശാന്തി എന്ന് പറഞ്ഞ് സിതാര മേഡം എന്നെ ചേർത്ത് പിടിക്കും. ആ വീട്ടിൽ നിങ്ങൾക്കൊപ്പം എന്നെ താമസിക്കാനായിട്ട് അനുവദിക്കും. അങ്ങനെയാകുമ്പോൾ ഞാൻ പിന്നെ എവിടേക്കാ മോളെ പോകുന്നത്? എന്നും എൻ്റെ മോളുടെ കൂടെ ഞാൻ ഉണ്ടാവില്ലേ? എൻ്റെ മേഡം അങ്ങനെ ഒരു തീരുമാനത്തിലേ എത്തുള്ളൂ. ആ മേഡത്തിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള എനിക്കറിയാം എൻ്റെ മേഡത്തിന്റെ മനസ്സ്. അതുകൊണ്ട് അങ്ങനെ നല്ലൊരു ശുഭപ്രതീക്ഷയുമായിട്ടാണ് ഞാൻ എൻ്റെ മോളെയും കുട്ടി അവിടേക്ക് പോകുന്നതെന്ന് ശാന്തി കൃഷ്ണയോട് അറിയിക്കുന്നു. എല്ലാം കേട്ട് കഴിയുന്നതോടെ ആകെ വേദനയോടെ നിൽക്കുകയാണ് കൃഷ്ണ. അപ്പോഴേക്കും കൃഷ്ണയുമായി സിതാരയുടെ അരികിലേക്ക് ഇരുവരും പുറപ്പെടുമ്പോൾ അവിടെ ഗാഥയുടെ ജീവിതം ആകെ തകർന്നു പോയതിന്റെ നിരാശയിലായിരുന്നു സിതാര. ഗാഥയോട് സിതാര കളരിക്കൽ ചെന്ന് സംസാരിക്കുന്നതിനെ കുറിച്ചും നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗാഥ പറഞ്ഞു, വേണ്ട മമ്മി, ഇനിയിപ്പം എനിക്ക് നവീന്റെ ഒപ്പമുള്ള ഒരു നല്ലൊരു ജീവിതം ഉടനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഞാൻ തന്നെ നേരിട്ടോളാം എന്ന് പറഞ്ഞപ്പോൾ സിതാര പറഞ്ഞു, അത് പറ്റില്ല. അങ്ങനെ എനിക്ക് ഈ നിന്റെ മമ്മിയായി ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ മോളെ കാര്യം? എൻ്റെ മോളുടെ ജീവിതം തകർന്നു പോയിട്ട് സിതാര മേഡം എന്ന് പറഞ്ഞ്, സിതാര ശ്രീനിവാസ് എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ തല ഉയർത്തി ഞാൻ നടന്നിട്ട് എന്താണ് അതിൽ അർത്ഥമുള്ളത്? അതുകൊണ്ട് എൻ്റെ മോളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഞാൻ തന്നെ ഉറപ്പുവരുത്തുമെന്ന് സിതാര ഗാഥയോട് പറയുന്നു.